മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയും സഖ്യകക്ഷികളും നേടിയത് ഒരു പടുകൂറ്റൻ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഒരു പങ്ക് ഏതായാലും യോഗി ആദിത്യനാഥിനുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം യോഗി ആദിത്യനാഥിൻ്റെ മുദ്രാവാക്യമായിരുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ബി.ജെ.പി പോസ്റ്റർ രൂപത്തിൽ മഹാരാഷ്ട്രയിൽ എങ്ങും പ്രചരിപ്പിച്ചത്. ഒപ്പം യോഗിയുടെ റാലികൾ സംഘടിപ്പിക്കാനും ബി.ജെ.പി മറന്നില്ല. ആ റാലികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ജനങ്ങളെ കൂട്ടുവാനും കഴിഞ്ഞു. ഈ റാലിക്ക് യോഗിക്ക് വേണ്ട ആയുധം നൽകിയത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ആയിരുന്നു. ഇവിടെ ഖാർഗെ ബി.ജെ.പിയെ തകർക്കാനാണ് ഒരു പ്രസ്താവന നടത്തിയത്. പക്ഷേ അത് തിരിഞ്ഞു കൊത്തി എന്നു മാത്രമല്ല, യോഗിക്ക് പണി കൂടുതൽ എളുപ്പമാക്കി. യോഗിയുടെ പ്രധാന മുദ്രാവാക്യം ഭിന്നിച്ചു നിന്നാൽ ഇല്ലാതാകും, ഒന്നിച്ചു നിന്നാൽ നേടാനാകും എന്നുള്ള ആ ഒരു മുദ്രാവാക്യം, അത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കുട്ടക്കുരുതിയിൽ ഒരു പ്രതിഷേധം യു.പിയിൽ നടന്നിരുന്നു. ആ പ്രതിഷേധ യോഗത്തിലായിരുന്നു യോഗി ഇത് പറഞ്ഞത്. അതായത് ഹിന്ദുക്കൾ ഭിന്നിച്ചു നിന്നാൽ നമ്മളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനും നമ്മളെ ഇല്ലാതാക്കാനും നമ്മുടെ ശത്രുക്കൾ കഴിയുമെന്നും, ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാൽ നമ്മെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നുമായിരുന്നു യോഗി പറഞ്ഞത്. അതിന് അക്കം കൂട്ടുന്ന തരത്തിലായിപ്പോയി ഖാർഗെയുടെ പ്രസ്താവന. ഏതായാലും മല്ലികാർജുന ഖാർഗെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞതും പൊട്ടിക്കരഞ്ഞതുമായ കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ദളിതനാണ്, എൻ്റെ അമ്മയെയും ചേച്ചിയെയും എൻ്റെ കൺമുമ്പിലിട്ട് ചുട്ടുകൊന്നു എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു ആ റാലിയിൽ. തൊട്ടടുത്ത ദിവസം യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി മഹാരാഷ്ട്രയിൽ നടക്കുന്നു. ആ റാലിയിൽ യോഗി സംസാരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മല്ലികാർജുന ഖാർഗെയുടെ വിഷമത്തിൽ താനും പങ്കുചേരുന്നു. പക്ഷേ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. താങ്കളുടെ അമ്മയും ചേച്ചിയും മാത്രമായിരുന്നു അന്ന് ചുട്ടുകൊല്ലപ്പെട്ടത്? ഒരു ഗ്രാമത്തിലെ ദളിതരെ മുഴുവൻ ചുട്ടുകൊന്നു. താങ്കളുടെ ഗ്രാമത്തിലെ മുഴുവൻ ദളിതരെയും ചുട്ടുകൊന്നു. ആ ചുട്ടുകൊന്നവരുടെ പേര് പറയാൻ താങ്കൾക്ക് ഇന്നും നട്ടലില്ലാതെ പോയല്ലോ. അതിൽ തന്നെ എനിക്ക് ദുഃഖമുണ്ട്. താങ്കളും താങ്കളുടെ പാർട്ടിയും ചുട്ടുകൊന്നവർക്ക് വിടുപണി ചെയ്യുകയാണ് ഇപ്പോഴും. എന്നിട്ട് അദ്ദേഹം കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഹൈദരാബാദ് നൈസാമിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അയാളുടെ റസാക്കന്മാരാണ് ദളിതരെ കൂട്ടക്കൊല ചെയ്തത്. ഇന്ത്യയിൽ ഇന്ന് വരെ ദളിതർക്ക് നേരിടേണ്ടി വന്നതിൽ ഏറ്റവും വലിയ പൈശാചികമായ ആ ക്രൂരകൃത്യം നടന്നു. ആ ഒരു കൂട്ടക്കൊലപാതകത്തിലാണ് ഖാർഗെയുടെ അമ്മയും ചേച്ചിയും ചുട്ടുകൊന്നത്. ഇന്നുവരെ ഖാർഗെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ്സോ അവരെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. വൈകിയ വേളയിലെങ്കിലും താങ്കൾ കുറച്ചെങ്കിലും സത്യം പറയാൻ മുൻപോട്ട് വന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് യോഗി നടത്തിയ എല്ലാ റാലികളിലും യോഗി പറഞ്ഞത്, ഖാർഗെയുടെ കുടുംബത്തിന് തന്നെ ഇവിടെ തിക്തഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. മുസ്ലിം ഭീകരരുടെ ആക്രമണത്താൽ സ്വന്തം ചേച്ചിയും അമ്മയും കൺമുമ്പിൽ ചുട്ടുകൊല്ലപ്പെടുന്ന കാണേണ്ടി വന്നൊരു നേതാവാണ് ഖാർഗെ എന്ന് പറയുകൂടി ചെയ്തതോടുകൂടി ഖാർഗെ മഹാരാഷ്ട്രയിലെ പ്രചരണ പരിപാടികൾ തന്നെ റദ്ദ് ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായത്. അതായത് സെൽഫ് ഗോൾ യോഗി പിന്നീട് ഗോളുകളുടെ പെരുമഴയാക്കി എന്ന് സാരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.